ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അഗെയിൻ. ഞാൻ ഇന്ന് ബ്രൊക്കോളി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. ബ്രൊക്കോളി ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറേ ഇല്ല. കാരണം ഇതിനൊരു എന്താ പറയുക, വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു ചവർപ്പ് ചുവ വരാറുണ്ട്. പിന്നെ സാലഡിലൊക്കെയും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറേ ഇല്ല. അപ്പം ഇതിന് കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഓരോ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് നല്ലോണം കഴുകണം, നല്ല രീതിയിൽ തന്നെ കഴുകണം. എന്നിട്ട് അത് കുനുകുന അരിയണം, ചെറിയ രീതിയിൽ, ഏറ്റവും ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് അരിയുക. പച്ചമുളകും ഉള്ളിയും ആവശ്യത്തിന് അരിയുക, തേങ്ങ ചിരകിയതും കൂടെ എടുത്ത് വെക്കുക. ഇത്രയും ഒരു സൈഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി എടുക്കുക, ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കുക, കടുക് വറുക്കുക, അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയും, മുറിച്ച് വെച്ച ബ്രൊക്കോളിയും, പച്ചമുളകും ഉള്ളിയും പിന്നെ ചീനച്ചട്ടിയിലേക്ക് ഇടുക. കുറച്ച് അത്യാവശ്യത്തിന് വേണ്ട തേങ്ങ ചിരകിയതും കൂടെ ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. നല്ലോണം വേവിക്കുക, വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല, ചെറിയ തീയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മുട്ട കൂടെ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് 2 മുട്ടയ്ക്ക് ഇടുമ്പം പിന്നെ ഉപ്പിച്ചിരി കുറയുമല്ലോ, അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കുക. നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഇതുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതായത് മുട്ട ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കാൻ പാടില്ല, ഇതുമായിട്ട് നല്ല രീതിയിൽ യോജിച്ച് കിട്ടണം. ബ്രൊക്കോളിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ നനവുണ്ടാവും. മാക്സിമം വെള്ളം വറ്റിച്ചെടുക്കുക. പിന്നെ ഇത് ചപ്പാത്തീൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും